പ്രിയ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന ഉദ്ഗ്രഥിതം 2ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥിതം 1ാം ദിവസത്തിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. പ്രവർത്തനം 1, ഒഴുകുന്ന പുഴ. നല്ല മഴ, മഴയിൽ പുഴ നിറഞ്ഞു, പുഴ നിറഞ്ഞൊഴുകി, മീനുകൾ തുള്ളിച്ചാടി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, മലയിൽ നിറയെ പൂമരങ്ങൾ, ഇരുവശവും പച്ച വിരിച്ച വയലുകൾ. മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി. പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം, ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ. പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു. പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. ഈ ഖണ്ഡികയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ. ഒന്നാമത്തെ ചോദ്യം, പുഴ നിറഞ്ഞത് എപ്പോൾ? പുഴ നിറഞ്ഞത് എപ്പോഴാണെന്നാണ് പാരഗ്രാഫിൽ പറയുന്നത്. എപ്പോഴാണ്? യെസ്, 2ാമത്തെ വരിയിൽ ഉത്തരമുണ്ട്. മഴയിൽ പുഴ നിറഞ്ഞു. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതാൻ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, മീനുകൾ എന്താണ് ചെയ്തത്? 4ാമത്തെ വരി നോക്കുക. മീനുകൾ തുള്ളിച്ചാടി. മീനുകൾ തുള്ളിച്ചാടി. 3ാമത്തെ ചോദ്യം, മലയിൽ നിറയെ എന്താണ്? മലയിൽ നിറയെ എന്താണ്? 6ാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരമുണ്ട്. മലയിൽ നിറയെ പൂമരങ്ങൾ. അടുത്ത 2 ചോദ്യങ്ങൾ നോക്കാം. പുഴയ്ക്ക് കുറുകെ എന്താണ്? പുഴയ്ക്ക് കുറുകെ എന്താണ്? അതുപോലെ എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത്? 5ാമത്തെ ചോദ്യം. ഉത്തരം നോക്കുക. പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം, അതുപോലെ പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു, പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. പ്രവർത്തനം 2, പൂമരം. ഒരു പൂമരത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പൂമരത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ. പൂക്കൾക്ക് നിറം നൽകാനാണ് ആദ്യത്തെ പ്രവർത്തനം. നിറം നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മഞ്ഞ 6, ചുവപ്പ് 5, നീല 14. മഞ്ഞപ്പൂക്കൾ 6 എണ്ണവും ചുവപ്പ് 5 എണ്ണവും നീല 14 പൂക്കളും. ആ രീതിക്കാണ് നിറം കൊടുക്കേണ്ടത്. ഇനി ചോദ്യങ്ങളിലേക്ക് വരാം. മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കൾ? മഞ്ഞപ്പൂക്കൾ 6 എണ്ണമാണ്. ചുവന്ന പൂക്കൾ എത്രയാണ്? 5 എണ്ണം. ഇത് രണ്ടും കൂടി ആകെ എത്ര പൂക്കളാണുള്ളത്? ഒന്നെങ്കിൽ കൂട്ടുകാർക്ക് പൂക്കൾ എണ്ണി നോക്കി ആദ്യം മഞ്ഞപ്പൂക്കൾ എണ്ണം 1, 2, 3, 4, 5, 6. അത് കഴിഞ്ഞ് ചുവന്ന പൂക്കൾ 7, 8, 9, 10, 11. അതിലും എളുപ്പത്തിൽ എങ്ങനെ ആലോചിക്കാം? 5 കൂട്ടണം 5 10 എല്ലാവർക്കും അറിയാം. 6 കൂട്ടണം 5 എത്രയാണ്? 10നോട് 1 കൂട്ടുക 11. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, മരത്തിൽ ആകെ എത്ര പൂക്കൾ? മരത്തിൽ ആകെ എത്ര പൂക്കളുണ്ടെന്ന് എണ്ണി നോക്കി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മഞ്ഞപ്പൂക്കൾ 6 കൂട്ടണം, ചുവന്ന പൂക്കൾ 5 കൂട്ടണം, നീലപ്പൂക്കൾ 14. മുഴുവൻ കൂട്ടി നോക്കാം. 6 കൂട്ടണം 5 കൂട്ടണം 14, 6 കൂട്ടണം 5 കൂട്ടണം 10 കൂട്ടണം 4 അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? മൊത്തം 25 പൂക്കൾ. അടുത്ത ചോദ്യം നോക്കുക. കാറ്റ് വീശി 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകും? അപ്പോൾ 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും. മൊത്തത്തിൽ എത്ര പൂക്കളാണ് കൊഴിഞ്ഞു വീണത്? 3 കൂട്ടണം 2, 5 പൂക്കളാണ് കൊഴിഞ്ഞു വീണത്. ആകെ എത്ര പൂക്കളാണ് ഉള്ളത്? 25 പൂക്കൾ. 25 പൂക്കളിൽ നിന്ന് 5 പൂക്കൾ കൊഴിഞ്ഞു വീണാൽ ബാക്കി എത്ര പൂക്കളുണ്ടാകും? അപ്പോൾ 25 കുറയ്ക്കണം 5 സമം 20 അല്ലേ? പ്രവർത്തനം 3ലേക്ക് പോകാം. പൂമരത്തിലെ കൂട്ടുകാർ. 4 വരികൾ തന്നിട്ടുണ്ട്. മാമലമേലെ പൂമരമുണ്ടേ, തേന്മണമൊഴുകും പൂവുകളുണ്ടേ, പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ടേ. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. അവിടെ സൈഡിലായി തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തേത് ഒരു പൂമ്പാറ്റയാണ്, 2ാമത്തേത് ഒരു വണ്ടാണ്, താഴെ ഒരു തേനീച്ചയുടെയും ഒരു കുഞ്ഞു കിളിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം താഴെ 3 ബോക്സുകളിലായിട്ട് 3 വാക്കുകളും തന്നിട്ടുണ്ട്. പൂമ്പൊടി തിന്നും, കലപില കൂട്ടും, മൂളിപ്പാടും. ഈ ബോക്സിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗപ്പെടുത്തി കൂട്ടുകാർ ചെയ്യേണ്ടത് 8 വരികൾ എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ 4 വരി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മാമലമേലെ പൂമരമുണ്ടേ,
തേന്മണമൊഴുകും പൂവുകളുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ 2 വരി ഓക്കെയാണ്. 3-ാമത്തെ വരി നോക്കുക. പൂവുകൾ തോറും. മുകളിൽ നോക്കിക്കേ, പാറി നടക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് എടുത്തെഴുതാം? പൂമ്പൊടി തിന്നും. ഇനി ആദ്യം തന്നിരിക്കുന്ന 4 വരിയിൽ 4-ാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് ചേലേറും. അത് നമുക്ക് അങ്ങനെ തന്നെ എടുത്തെഴുതാം. പകരം പൂമ്പാറ്റകളുണ്ടേ, അതിന് പകരമായിട്ട് അടുത്തതിൻ്റെ അവിടെ എന്തുണ്ട്? തേനീച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ചേലേറും തേനീച്ചകളുണ്ടേ. അപ്പോൾ ആദ്യത്തെ 4 വരി കിട്ടി. ഇനി അടുത്ത 4 വരി എങ്ങനെ എഴുതാം? ആദ്യത്തെ 2 വരിക്ക് ഒരു വ്യത്യാസവുമില്ല. മാമലമേലെ പൂമരമുണ്ടേ, തേന്മണമൊഴുകും പൂവുകളുണ്ട്, അങ്ങനെ തന്നെ എഴുതുന്നു. 3-ാമത്തെ വരി പിന്നെയും പൂവുകൾ തോറും. പാറി നടക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ പൂമ്പൊടി തിന്നും എന്നാണ് എഴുതിയത്. ഇനി അടുത്തത് എന്തെഴുതാം? മൂളിപ്പാടും. 4-ാമത്തെ വരി ചേലേറും. അവിടെ വണ്ടുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? വണ്ടുകളുണ്ടേ. നമ്മൾ മിത്രവണ്ടിൻ്റെ കഥയൊക്കെ പഠിച്ചതല്ലേ. ഇനി അടുത്ത പ്രവർത്തനം 4. കൂട്ടുകാർ, അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഗ്രാമകാഴ്ചകൾ. ഗ്രാമകാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. തുടർന്ന് ഗ്രാമകാഴ്ചകളും നഗരകാഴ്ചകളും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? ഗ്രാമകാഴ്ചകൾക്ക് നേരെ മാത്രം ഒരു ടിക്ക് അടയാളം ഇടുക. അതാണ് പ്രവർത്തനം. ഓക്കെ, 1-ാമത്തെ കാഴ്ച നോക്കുക. പീലി നിവർത്തി ആടുന്ന തെങ്ങുകൾ. ഗ്രാമകാഴ്ചയാണോ നഗരകാഴ്ചയാണോ? ഗ്രാമകാഴ്ചയാണെങ്കിൽ ഒരു ടിക്ക് ഇടുക. പീലി നിവർത്തി ആടുന്ന തെങ്ങുകൾ എവിടുത്തെ കാഴ്ചയാണ്? ഗ്രാമകാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ടിക്കിടുന്നു. ഇനി അടുത്തത് ആളുകളുടെ തിക്കും തിരക്കും. ആളുകൾ തിക്കും തിരക്കും ഉള്ള ഒരു സ്ഥലമാണോ ഗ്രാമം? അത് ഗ്രാമത്തിലെ കാഴ്ചയാണോ? അല്ല. അപ്പോൾ നമ്മൾ ടിക്കിടുന്നില്ല. അടുത്ത 3-ാമത്തത് പച്ച വിരിച്ച് നിൽക്കുന്ന വയലുകൾ. ഗ്രാമത്തിലെ കാഴ്ചയാണല്ലേ, അപ്പോൾ നമ്മൾ ടിക്കിടുന്നു. പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ. അടുത്തത് തിരക്ക് കുറഞ്ഞ റോഡുകൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാമത്തിലെ റോഡുകളൊക്കെ തിരക്ക് കുറഞ്ഞതാണ്. തിരക്ക് കൂടിയ റോഡ് എവിടെയാണുള്ളത്? നഗരത്തിലാണ്. അടുത്തത് കൂറ്റൻ കെട്ടിടങ്ങൾ. ഗ്രാമത്തിലെ കാഴ്ചയാണോ? അല്ല. അപ്പോൾ നമ്മൾ ടിക്കിടുന്നില്ല. കളകളം പാടി ഒഴുകുന്ന തോടുകൾ. കളകളം പാടി ഒഴുകുന്ന തോടുകൾ ഗ്രാമത്തിലെ കാഴ്ചയാണ്, ടിക്കിടുന്നു. അടുത്തത് വയൽവരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. വെള്ളക്കൊക്കുകളൊക്കെ എവിടെയാണ് നമ്മൾ കണ്ടത്? ഗ്രാമക്കാഴ്ചയാണ്. നമ്മളിത് എവിടെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എവിടെയാ? മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോവാണ്, അഭിനന്ദും നന്ദനയും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വയൽവരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ ഗ്രാമക്കാഴ്ചയാണ്. ഇനി അവസാനത്തത് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. അത് ഗ്രാമക്കാഴ്ചയാണോ? അല്ല, നഗരത്തിലെ കാഴ്ചയാണ്, പട്ടണത്തിലെ കാഴ്ചയാണ്. യെസ്. അപ്പം 5 എണ്ണം കൃത്യമായി ശരിയിട്ട് കഴിഞ്ഞാൽ 5 മാർക്ക്, എ ഗ്രേഡ് കിട്ടും. ഇന്ന് നടന്ന പരീക്ഷയിലെ ഉദ്ഗ്രഥിതം 1-ാം ദിവസത്തിലെ അവസാനത്തെ ചോദ്യം ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവർത്തനം 5, പഴക്കൂട. പൂമരം മാത്രമല്ല, മലയിൽ നിറയെ പഴങ്ങളുള്ള മരങ്ങളുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മലയിൽ നിറയെ പൂമരങ്ങൾ. അപ്പോൾ പറയുവാണ് അവിടെ പൂമരങ്ങൾ മാത്രമല്ല, എന്തുമുണ്ട്? നിറയെ പഴങ്ങളുള്ള മരങ്ങളുമുണ്ട്. സപ്പോട്ട, പേര, ചാമ്പ, മാവ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാറ്റ് ആഞ്ഞു വീശി പഴങ്ങൾ താഴേക്ക് വീണു. കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു. പഴങ്ങൾ എത്ര? ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് ചോദ്യം. അപ്പോൾ കുട്ടികൾ പെറുക്കി വെച്ച പഴങ്ങൾ ഇതൊക്കെയാണ്: സപ്പോട്ട, പേരയ്ക്ക, ചാമ്പ, മാങ്ങ. അപ്പോൾ ഇവർ പഴങ്ങൾ പെറുക്കി വെച്ചത് 10ൻ്റെ കൂട്ടങ്ങളായിട്ടാണ്. 10ൽ കുറവാണെങ്കിൽ അവരെന്ത് ചെയ്തു? 1കളുടെ കൂട്ടമാക്കി വെച്ചു. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, സപ്പോട്ട. സപ്പോട്ടയുടെ 10ൻ്റെ കൂട്ടങ്ങൾ 2 എണ്ണം. 10ൻ്റെ കൂട്ടങ്ങൾ 2 10ൻ്റെ കൂട്ടങ്ങൾ അല്ലേ. അപ്പോൾ ഒരു കൂട്ടത്തിൽ 10 എണ്ണം, മറ്റേ കൂട്ടത്തിൽ 10 എണ്ണം, മൊത്തത്തിൽ 20 എണ്ണം. ഇനി 1കളുടെ കൂട്ടമോ? 1കളുടെ കൂട്ടത്തിൽ 3 എണ്ണമേ ഉള്ളൂ, 3 സപ്പോട്ട. അപ്പോൾ 10ൻ്റെ 2 കൂട്ടങ്ങൾ 20 സപ്പോട്ട കൂട്ടണം 3 സപ്പോട്ട. 20 കൂട്ടണം 3 എത്ര സപ്പോട്ട? 23 സപ്പോട്ടയാണ് കുട്ടികൾ മൊത്തത്തിൽ പെറുക്കി വെച്ചത്. അപ്പോൾ നമുക്ക് ആകെയുടെ അവിടെ എന്തെഴുതാം? 23. ഇനി അടുത്തത് പേരയ്ക്ക. അവിടെ 10ൻ്റെ കൂട്ടം എത്രയാണെന്ന് എഴുതിയിട്ടില്ല, 1ൻ്റെ കൂട്ടം എത്രയാണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ആകെ തന്നിട്ടുണ്ട്. എത്രയാ? ആകെ പേരയ്ക്ക 36 എണ്ണമാണ് അവർ പെറുക്കി വെച്ചത്. 36. അപ്പോൾ 3 10ഉം 6 1കളും 30 എന്ന് പറഞ്ഞാൽ 3 10കൾ, 6 1കൾ. അപ്പോൾ 10ൻ്റെ എത്ര കൂട്ടങ്ങൾ? 3 കൂട്ടങ്ങൾ. 1കളുടെ എത്ര എണ്ണം? 6 എണ്ണം. അപ്പോൾ 30
പേരയ്ക്ക കൂട്ടണം 6 പേരയ്ക്കയാണ്. അപ്പോൾ 10ൻ്റെ കൂട്ടമാക്കുന്ന സമയത്ത് നമ്മൾ 30 എഴുതണോ? വേണ്ട. 10ൻ്റെ 3 കൂട്ടങ്ങൾ. 10ൻ്റെ കൂട്ടം 3, ഒന്നുകളുടെ അവിടെ 6. അപ്പോൾ 3, 6 ആകെ 36. ഇനി അടുത്ത പഴം തന്നിരിക്കുന്നത് ചാമ്പയാണ്. 10ൻ്റെ കൂട്ടം 4 എണ്ണം. 4 10ൻ്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ 40 ചാമ്പ. ഒന്നുകളോ 5 എണ്ണം. അപ്പം 4, 5. 10ൻ്റെ 4 കൂട്ടം 40, 5 ഒന്നുകൾ 5 തന്നെ. അപ്പോൾ 40 കൂട്ടണം 5, 45. ഇനി അവസാനത്തെ പഴം മാങ്ങയും 10ൻ്റെ കൂട്ടങ്ങളും ഒന്നുകളും എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷെ അവസാനം ആൻസർ തന്നിട്ടുണ്ട് 10. അപ്പോൾ 10 എണ്ണമാണ് അവർ പെറുക്കിയതെങ്കിൽ 10ൻ്റെ കൂട്ടം എത്ര എണ്ണം ഉണ്ടാവും? ഒരെണ്ണം അല്ലേ? ഒരു 10ൻ്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ 10 എണ്ണമാണ്. ആകെ മാങ്ങ എത്രയാണ് അവർ പെറുക്കിയത്? 10 എണ്ണേ പെറുക്കിയിട്ടുള്ളൂ. അപ്പോൾ 10ൻ്റെ കൂട്ടം 1. ഒന്നുകളുണ്ടോ? ഇല്ല. അപ്പോൾ 0. അപ്പോൾ നമ്മൾ പട്ടിക പൂർത്തിയാക്കി. 23 സപ്പോട്ട, 36 പേരയ്ക്ക, 45 ചാമ്പ, 10 മാങ്ങ. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? കൂടുതൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് ഏത് പഴമാണ്? നമുക്ക് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? സപ്പോട്ട 23, പേരയ്ക്ക 36, ചാമ്പ 45, മാങ്ങ 10 എണ്ണം. ഇതിലേറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ആദ്യം 10ൻ്റെ സ്ഥാനം നോക്കുക. അപ്പം 23-ന് 10ൻ്റെ സ്ഥാനം 2, 36-ൽ 10ൻ്റെ സ്ഥാനം 3, 45-ൽ 4, 10-ൽ 10ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1. അപ്പം നോക്കിക്കഴിഞ്ഞാൽ 2, 3, 4, 1. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇതിനകത്ത്? 4 അപ്പോൾ 4-ൽ തുടങ്ങുന്ന 45. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 45. ഈ 45 എന്ന് പറയുന്നത് ഏത് പഴമായിരുന്നു? ചാമ്പയാണ്. അപ്പോൾ ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? ചാമ്പ 45 എണ്ണം. ഇനി അവസാനത്തെ ചോദ്യം. പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കൂ. ശ്രദ്ധിക്കണം, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. അപ്പോൾ ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതേണ്ടത്. അതിനേക്കാളും കുറച്ച് വലുത് അടുത്തത്. അതിനേക്കാളും വലുതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. 4ാമത്തെ പെട്ടിയിൽ എഴുതേണ്ടത് ഏറ്റവും വലിയത്. അപ്പോൾ ഏറ്റവും വലുത് ഇപ്പോൾ 45 ആണെന്ന് നമുക്കറിയാം. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10ൻ്റെ സ്ഥാനം തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ 2, 3, 4, 1. 2ആണോ 3ആണോ 4ആണോ 1ആണോ ചെറുത്? 1ആണ്. അപ്പോൾ 1ൽ തുടങ്ങുന്ന 10 ഏറ്റവും ചെറുത്. പിന്നെയോ 1 കഴിഞ്ഞ് പിന്നെ 2 ഉണ്ട്, 23. അപ്പോൾ 10, 23. അത് കഴിഞ്ഞോ 36. ഏറ്റവും കൂടുതലുള്ളത് 45. അപ്പോൾ ഏറ്റവും വലുത് 45 അവസാനം എഴുതണം. അപ്പോൾ പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുമ്പോൾ 10, 23, 36, 45 എന്നിങ്ങനെ കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.